ജാസ്മിന്റെയും ബാപ്പയുടെയും എല്ലാ കള്ളത്തരങ്ങളും അവരറിയാതെ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ അനാവൃതമാക്കപ്പെട്ടിരിക്കുകയാണ്. അതെ, മുഖം മൂടികൾ അവർ പോലും അറിയാതെ അഴിഞ്ഞു വീണിരിക്കുന്നു. ജാസ്മിന്റെ ബാപ്പയ്ക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്? ലാലേട്ട, ഒറ്റ ബ്ലോക്ക് മാത്രമല്ലേ ഉള്ളൂ? ഇതൊക്കെയല്ലേ ജാസ്മിൻ അന്ന് ചോദിച്ചിരുന്നത്? പക്ഷേ ആ ഉപ്പയും ഉമ്മയും ആ വീട്ടിലേക്ക് കയറി ചെന്നതിന് ശേഷം ഒരു പ്രാവശ്യം പോലും വാപ്പയുടെ ശാരീരിക സ്ഥിതി എങ്ങനെയുണ്ട്, ബ്ലോക്കിന്റെ കാര്യം എന്തായി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ജാസ്മിൻ കമാന്നൊരക്ഷരം ഉരിയാടിയിട്ടില്ല. തിരിച്ച് വൈകാരികമായ പല നിമിഷങ്ങളിൽ കൂടി കടന്നുപോയി ബാപ്പ പല കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ എൻ്റെ ശാരീരികാവസ്ഥ ഇന്നതാണ്, എനിക്ക് സുഖമില്ല, ഈ കാര്യങ്ങളൊന്നും ബാപ്പ അങ്ങോട്ടും പറയാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ പ്രേക്ഷക സമൂഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കള്ളം കള്ളം എന്ന് പറഞ്ഞ കാര്യം അത് 100% കള്ളമായിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെടുകയായിരുന്നു ഇവിടെ. ഇല്ലായെങ്കിൽ ഏതു മക്കളാണ് രോഗാതുരനായിരിക്കുന്ന, പ്രത്യേകിച്ച് ഹാർട്ടിന് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൻ്റെ മുഖത്ത് നോക്കിയിട്ട് ബാപ്പയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, ഹാർട്ടിൻ്റെ പ്രോബ്ലം എന്താണ്, ഡോക്ടർ പറഞ്ഞത്, ചെക്കപ്പ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്നുണ്ടോ, എന്താണ് ഫ്യൂച്ചർ പ്ലാൻ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു മിനിറ്റെങ്കിലും സംസാരിക്കാതിരിക്കുമോ? ഇതുവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ബ്ലോക്കും ഇല്ല, ഒരു കോപ്പുമില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ജാസ്മിന് വേണ്ടി ബിഗ് ബോസും ലാലേട്ടനുമൊക്കെ വളരെ മനോഹരമായി നാടകം കളിക്കുകയായിരുന്നു. എന്നാൽ ബിഗ് ബോസും ലാലേട്ടനുമൊക്കെ മനസ്സിൽ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷക സമൂഹം അത് മരത്തിൽ കണ്ടു. സോഷ്യൽ മീഡിയയിൽ കൂടി ജനം അതിനെക്കുറിച്ച് ആ നിമിഷം മുതൽ ചർച്ച ചെയ്ത് അത് വിട്ടുകളഞ്ഞ വിഷയമാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അത് അങ്ങേയറ്റം നാടകമായിരുന്നു, കള്ളത്തരമായിരുന്നു എന്നുള്ളത്. ഇനി ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചതാകാം, ചിലപ്പോൾ ചില ട്രാഫിക് ബ്ലോക്കുകളിലൊക്കെ അദ്ദേഹം പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ബിഗ് ബോസ് തെറ്റിദ്ധരിച്ചതാകാം അത് ഹാർട്ടിന്റെ ബ്ലോക്കാണെന്ന്. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കൂടുതൽ അപ്ഡേഷനുമായി വീണ്ടും കാണാം.